സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിന്റെ സംഭാവനയായ ധീര വനിതയാണ് അക്കാമ ചെറിയാൻ. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെയും രാഷ്ട്രീയ ചരിത്രത്തിലെയും ഉജ്ജ്വല വ്യക്തിത്വമായിരുന്ന അക്കാമ നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അക്കാമ അറിയപ്പെട്ടിരുന്നത്. ഈ വിശേഷണം നൽകിയതാകട്ടെ മഹാത്മാഗാന്ധിയും. 1909 ഫെബ്രുവരി 14 കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കരിക്കാപ്പറമ്പിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ടാണ് അക്കാമ ജനിച്ചത്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും എടുത്തു. കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് സ്കൂളിൽ പ്രധാന അധ്യാപികയായും ജോലി ചെയ്തു. ജോലിക്കിടയിൽ തിരുവനന്തപുരം ട്രെയിനിംഗ് കോളേജിൽ നിന്ന് LD ബിരുദവും നേടി. ഈ കാലത്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു അക്കാമയുടെ പിതാവ്. അക്കാമയും സഹോദരിമാരായ റോസമ്മയും പെണ്ണമ്മയും ഒക്കെ അങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. 1938 അക്കാമ ജോലി രാജിവെച്ചു. ലളിത, പത്മിനി, രാഗിണിമാർ അന്ന് നൃത്തരംഗത്ത് പ്രസിദ്ധരായിരുന്നു. അവരെ ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. അക്കാമയെയും സഹോദരിമാരെയും മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചത് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്സ് എന്നായിരുന്നു. 1938 ഓഗസ്റ്റ് 26 സ്റ്റേറ്റ് കോൺഗ്രസ് പ്രത്യക്ഷ സമരം ആരംഭിച്ചു. ദിവാൻ CP രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലായി. പുരുഷന്മാരെല്ലാം ജയിലിലായപ്പോൾ സംഘടനയെ നയിക്കേണ്ട ഉത്തരവാദിത്തം അക്കാമയിലായി. മഹാരാജാവിന്റെ പിറന്നാൾ ദിനം എന്തൊക്കെ തടസ്സമുണ്ടായാലും രാജസദസ്സിലേക്ക് ജാഥ നയിക്കാനും മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാനും അവർ തീരുമാനിച്ചു. ഖദർ വസ്ത്രങ്ങൾ ധരിച്ച് ഗാന്ധി തൊപ്പിയും അണിഞ്ഞ് ഒരു തുറന്ന ജീപ്പിൽ അനേകായിരങ്ങളെ അണിനിരത്തി ജാഥ നയിച്ചു. ഇംഗ്ലീഷുകാരനായ പോലീസ് കമ്മീഷണർ ജാഥ തടഞ്ഞു. പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെക്കുമെന്നായിരുന്നു ഭീഷണി. ആ ഭീഷണിക്ക് മുൻപിൽ വെടി പൊട്ടും പോലെയായിരുന്നു അക്കാമയുടെ മറുപടി. മിസ്റ്റർ കമ്മീഷണർ, you won't be able to touch any one of my people here unless you fire at me first. ഭീഷണിക്ക് മുൻപിൽ വഴങ്ങാതെ വന്നപ്പോൾ കുതിരപ്പട്ടാളത്തെ ജനക്കൂട്ടത്തിനിടയിലേക്ക് പായിക്കാൻ പോലീസ് തീരുമാനിച്ചു. അതറിഞ്ഞതോടെ ജനങ്ങളോട് റോഡിൽ കിടക്കുവാനായിരുന്നു അക്കാമയുടെ നിർദ്ദേശം. നിലത്ത് കിടക്കുന്നവർക്ക് നേരെ കുതിരകളെ പായിച്ചാൽ ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് ഉറപ്പ്. പ്രജകൾക്ക് ജീവഹാനി വരുത്തുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുന്നതാണ് ഉത്തമമെന്ന് ബോധ്യമായ ചിത്തിര തിരുനാൾ നേതാക്കളെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് ഗാന്ധിജി പ്രശംസിച്ചത്. ഹിയർ കംസ് അനദർ ഝാൻസി റാണി ഫ്രം ട്രാവൻകൂർ. സ്വാതന്ത്ര്യാനന്തരം 1947 അക്കാമ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 MLA ആയിരുന്ന VV വർക്കിയെ വിവാഹം കഴിച്ചു. അക്കാമ വർക്കി എന്ന പേര് സ്വീകരിച്ചു. 1972 കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യാനന്തര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി ആദരിച്ചു. ജീവിതം ഒരു സമരം എന്ന അക്കാമയുടെ ആത്മകഥ പ്രസിദ്ധമാണ്. പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൽ അക്കാമയ്ക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിച്ചില്ല. ഭർത്താവിന്റെ മരണശേഷം തിരുവനന്തപുരത്ത് അധികം ആരും അറിയാതെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. സഹോദരി റോസമ്മ പുന്നൂസ് ആദ്യ കേരള നിയമസഭയിലെ അംഗമായിരുന്നു. 1982 അന്തരിച്ച അക്കാമയെ തിരുവനന്തപുരം മുട്ടട ഹോളി ക്രോസ് പള്ളിയിൽ അടക്കം ചെയ്തു. കവടിയാറിൽ രാജ്ഭവന് സമീപം അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്.